ആകെ ഉറപ്പുള്ള കാര്യം എന്താണ്? നമുക്ക് ആകെ ഉറപ്പുള്ളൊരു കാര്യം എന്താണ്? ആകെ ഉറപ്പുള്ള കാര്യം ഈ നിമിഷത്തിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്ന് വേണമെങ്കിൽ വിചാരിക്കുക എന്നുള്ളത് ഞാൻ പറയണം. ഇന്ന് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊരു ഉറപ്പുമില്ല. ഇന്ന് വൈകുന്നേരം ഞാൻ നോമ്പ് തുറക്കുന്നൊരു ഉറപ്പുമില്ല. ഞാൻ എൻ്റെ മക്കളെ കാണുന്നൊരു ഉറപ്പുമില്ല. ഈ ഉറപ്പില്ലായ്മയാണ് ആകെ ഉറപ്പുള്ളതെന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഒരു ഉറപ്പില്ലായ്മയാണ് ആകെ ഉറപ്പുള്ളൊരു കാര്യം. പക്ഷെ നമ്മളുടെ ഒരു ചിന്തകളും നമ്മളുടെ ഒരു പോക്കൊക്കെ എവിടുക്കാണ് പോകണം? നമ്മൾ പോണത് എവിടുക്കാണ്? നമ്മൾ എത്രയോ കാലം ഇതുമായിട്ട് തുടർന്ന് പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ തുടർന്ന് പോകണം. എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് എടുത്ത് നോക്കിയാൽ എന്താ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക ചെയ്യണം. എന്തിനാ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. ആകെ ഉറപ്പുള്ള മരണത്തെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്, ഇവിടുന്ന് ഞാൻ നിശ്ചലമായി പോകുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പില്ലാത്തൊരു സമയത്ത് നമ്മൾ ആലോചിക്കണം, ഞാൻ ആരാണ്? ഹൂ ഈസ് മീ? ഞാൻ ആരാണ്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ആരാണ്? എന്താണ് എൻ്റെ പണി? എനിക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? എനിക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഇത് നമ്മൾ ആലോചിക്കണം. കാരണം വെറുതെ കിട്ടിയതാണ് ജീവിതം. ഒരു പൈസയും കൊടുത്തിട്ടില്ല. നമ്മുടെ ഷർട്ടും മുണ്ടൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. നമ്മളിവിടെ ശ്വസിക്കുന്ന വായു നമുക്ക് വെറുതെ കിട്ടിയതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം വെറുതെ കിട്ടിയതാണ്. നമ്മൾ ഭൂമിയൊക്കെ നമ്മളുടേതെന്ന് പറയുമ്പോഴും നമ്മളതിൽ കൃഷി ചെയ്യുമ്പോഴും ആ കൃഷി ഉണ്ടാവാൻ ആ മണ്ണിനെ പാകപ്പെടുത്തിയത് നമ്മളൊന്നുമല്ല, ഒരിക്കലുമല്ല. എന്നാൽ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചടങ്ങുകളിലാണ്. നമ്മുടെ ഇപ്പോൾ നോമ്പ് കാലമാണ്. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ആരുടെ ഒരു സംസാരത്തിൽ കേട്ടു, നോമ്പ് കഴിയട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നൊരു സാധനം. നോമ്പൊന്ന് കഴിയട്ടെ, ബാക്കി എന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ എന്തിനാണ് നോമ്പ് നോക്കണം? എന്തിനാണ് വ്രതാനുഷ്ഠി? എല്ലാ മനുഷ്യരിലും എല്ലാ കാലത്തിലും മനുഷ്യനുണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വ്രതം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം മനുഷ്യരിലും ഉള്ള സാധനമാണ്. എന്തിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ഉറക്കെ പറയുന്നേ ഉള്ളൂ. എന്തിനാണ് ഞാൻ വ്രതം അനുഷ്ഠിക്കുന്നത്?